ശ്രീ എ സജീവൻ, പോലീസിന്റെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രാക്ടറിൽ എം.ആർ. അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും യാത്ര ചെയ്തത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 12, 13 തീയതികളിൽ ഈ യാത്ര നടത്തി. അതിന്റെ ദൃശ്യങ്ങളടക്കം കോടതിയുടെ മുൻപിലുണ്ട്. എന്നിട്ടും ഈ കേസ് എടുക്കുന്നത് രാത്രി വൈകിയെടുത്ത കേസ്, ആ കേസിൽ എം.ആർ. അജിത് കുമാർ എന്ന പേരെ ഒഴിവാക്കിക്കൊണ്ടുള്ള എഫ്ഐആറിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതുവരെ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായി ലഭിച്ചിരിക്കുന്ന സർക്കാരിന്റെ സംരക്ഷണം അതെന്തുകൊണ്ടാണ്? അത് അൻവർ ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണോ അതിൽ തെളിഞ്ഞു വരുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു തുടങ്ങേണ്ടത് വളരെ മോശപ്പെട്ട ഒരു വിശേഷണം വെച്ചുകൊണ്ടാണ്. പക്ഷേ നാവിൻ തുമ്പിൽ ആ വാക്കുകൾ ഉണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. അങ്ങേയറ്റത്തെ വൃത്തികേടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെന്ന് മാന്യമായിട്ട് പറയാം. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അജിത് കുമാർ, അദ്ദേഹം ശബരിമലയിൽ പോയില്ലെങ്കിൽ അയ്യപ്പന് സംരക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തെ അവിടേക്ക് ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം അവിടെ എത്തിയില്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിൽ അദ്ദേഹം എങ്ങനെയെങ്കിലും ട്രാക്ടറിലോ ഇനി വിമാനത്തിലോ അവിടെ എത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ തീർത്തും ആവശ്യമില്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഇങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ട് അവിടേക്ക് പോയിട്ടുള്ളത്. ആവശ്യപ്രകാരം പോയതാണ്, അങ്ങനെ ഉത്തരവാദിത്വത്തിൽ പോയതല്ല. ശ്രീ എ സജീവൻ, അവിടെ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ, ആ ചടങ്ങുകളിൽ സംബന്ധിക്കാനാണ് പോയത്. എളുപ്പ വഴിയിലൂടെ പോവുക എന്ന ഉദ്ദേശത്തിൽ തന്നെ പോയതാണ്. അദ്ദേഹം പോകുമ്പോൾ അതിന്റെ ഗൗരവം ഒന്നുകൂടി കൂടുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി. കാരണം ശബരിമലയുടെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിന് കൃത്യമായി ചട്ടം അറിയാഞ്ഞിട്ടല്ല. സ്മൃതി, അതറിയാം. ഈ അദ്ദേഹം പോയിട്ടുള്ള സ്വന്തം താല്പര്യത്തിന്, സ്വന്തം ആവശ്യത്തിനാണ് പോയതെന്നറിയാം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന ഒരാൾ, ശബരിമല ദർശനത്തിന് പോകുന്ന ഒരാൾ, എന്താ പൂജയ്ക്കാണെങ്കിലും പോകുന്ന ഒരാൾ, അദ്ദേഹം പോകേണ്ടത് ശബരിമലയിലേക്കുള്ള പോക്കിൻ്റെ ഒരു സംവിധാനമുണ്ട്. നമുക്കറിയാം. ഇദ്ദേഹത്തെക്കാൾ എത്രയോ വലിയ ആളാണല്ലോ കെ കരുണാകരൻ. അദ്ദേഹം കാറപകടത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതിന് ശേഷവും ശബരിമലയിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് അതിന് മുമ്പ് അദ്ദേഹം നടന്നു പോവുകയാണ് ചെയ്യാറുള്ളത്, മല കയറി പോവുകയാണ് ചെയ്യാറ്. പിന്നീട് അദ്ദേഹം ഡോളിയിലാണ് പോകാറുള്ളത്. അങ്ങനെ പോകാനുള്ള സംവിധാനം ഇദ്ദേഹത്തിനുമുണ്ട്. തീരെ അവശനാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പോകാം. അതല്ലാതെ ഒരിക്കൽ പോലും ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കരുത് എന്ന് കോടതി വിലക്കിയിട്ടുള്ള ഒരു കാര്യം, ട്രാക്ടറിൽ പോകാൻ പാടില്ല എന്ന് വിലക്കിയിട്ടും അദ്ദേഹം അങ്ങനെ പോകുന്നു മാത്രമല്ല, നേരത്തെ ഇവിടെ ഷാഫി ചാലിയം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാനിട്ടല്ല. ഈ CCTV ക്യാമറയുടെ ദൃശ്യത്തിൽ പെടാതിരിക്കാൻ കുറേ ദൂരം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത CCTV ദൃശ്യത്തിന്റെ അപ്പുറത്തേക്ക്. ഞാൻ താങ്കളിലേക്ക് തന്നെ വരാൻ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നുകൊണ്ടാണ്. ഒരു നിമിഷം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.